ഹലോ, ഇന്നത്തെ വീഡിയോ വന്നിട്ട് ഒരു ഗിഫ്റ്റ് അൺബോക്സിങ് വീഡിയോ ആണ് കേട്ടോ. ഞാൻ അന്നക്കുട്ടിയുടെ ബർത്ത്ഡേക്ക് ഇങ്ങനെ ഒരു മിസ്റ്ററി ബോക്സ് പോലെ സെറ്റ് ചെയ്യണമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ അത്രയും ബോക്സ് പോലെ സെറ്റ് ചെയ്യാൻ എനിക്ക് ടൈം കിട്ടിയിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ കുറച്ച് ഗിഫ്റ്റ്, എനിക്ക് തോന്നുന്നു ഒരു 6-7 ഗിഫ്റ്റ് ഉണ്ടാവും തോന്നുന്നു, കുട്ടി 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 ഗിഫ്റ്റുകൾ ഇങ്ങനെ പൊതിഞ്ഞ് ആൾക്ക് എന്താ അതിനകത്തുള്ളതെന്ന് അറിയില്ല. അപ്പോൾ അത് അൺബോക്സ് ചെയ്യുന്നൊരു വീഡിയോ ആണ് ഇത്. ആക്ച്വലി ഞാൻ ബർത്ത്ഡേ വ്ളോഗിൻ്റെ കൂടെ ആഡ് ചെയ്യണമെന്ന് വിചാരിച്ചാൽ, പക്ഷേ ആ വീഡിയോ ഭയങ്കര ലോങ് ആയിപ്പോയി. അപ്പോൾ ഇതും കൂടി ഇട്ട് കഴിഞ്ഞാൽ വീണ്ടും ലോങ് ആവുന്നുള്ളതുകൊണ്ടാണ് ഇത് നമ്മൾ ഈ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നത്. ഞാൻ അന്നേരം പക്ഷെ ഓർത്തില്ല, പിന്നെ ഞാൻ തിരിച്ചു വന്നപ്പോ ഓർത്ത് കേട്ടോ. കാരണം എന്താണെന്നറിയോ, എന്നെ പാർക്കിങ്ങിൽ ഇങ്ങോട്ട് കേറ്റാൻ വരെ സമ്മതിച്ചില്ല അല്ലേ. അങ്ങനെ ഡെക്കറേറ്റ് ചെയ്യുന്നൊന്നും ഞാൻ എനിക്ക് വലിയ ഗസ്. പക്ഷെ ഇത് വീട്ടിൽ പോയി അമ്മ എന്നൊക്കെ പറഞ്ഞപ്പോ ചെറിയൊരു ഞാൻ ഒരു പോലീസിന് കൈ കാണിച്ചേ ഞാൻ ക്രാഫ്റ്റ് വർക്ക് ചെയ്യാം. പക്ഷെ ഇന്ന് ക്രാഫ്റ്റിന്റെ സാധനമൊക്കെ ഇന്നലെയൊക്കെ മേടിക്കാൻ പോയി. അന്നേരം ഞാൻ വീഡിയോക്ക് വേണ്ടി എന്നായിരുന്നു ഞാൻ. അതെനിക്ക് മനസ്സിലായി. അത് കൈ അടുത്തിരുന്നപ്പോ യാദൃശ്യമായിട്ട് കണ്ടതാ. കള്ളത്തരം ഞാൻ പറയേ, നമ്മളത് പിടിക്കപ്പെടാതെ രീതി ചെയ്യാം. അപ്പൊ എനിക്ക് മനസ്സിലായി എന്തോ പണി അവിടെ ഒപ്പിച്ചിട്ടുണ്ട്. ഞാൻ അതൊക്കെ വിചാരിച്ചിട്ടാ ടൈമിങ് കറക്റ്റ് 12 മണിയല്ലേ ജ്യൂസൊക്കെ പിടിച്ച് നമ്മളെ കറക്റ്റ് നമ്മള് സഹായിക്കണമല്ലോ, വലിയ പണി പാടി പോകുമല്ലോ. സ്നിക്കേഴ്സ്, വലിയ സ്നിക്കേഴ്സ്. ഇത് ഞാൻ അപ്പൊ എന്റെ ഗസ് ശരിയായിരുന്നു ഏറെക്കുറെ. വെയിറ്റ് ഉണ്ട് കേട്ടോ, ഇത്ര വെയിറ്റ് ഒരു സ്നിക്കേഴ്സ് ഞാൻ വിചാരിച്ചത്. ഇത് എവിടുത്തെ സ്നിക്കേഴ്സാ ഇത്രയും വെയിറ്റ് പോകുന്നതിന്? അപ്പം ബർത്ത്ഡേ ആയിട്ട് ആദ്യം തന്നെ മധുരമാണ്. അപ്പൊ ഫസ്റ്റ് എനിക്ക് സ്നിക്കേഴ്സ് കിട്ടി. സെക്കൻഡ് ഇതെന്താ ലിപ്സ്റ്റിക്കാ? അല്ല ഗസ് ചെയ്യണ്ടേ. അടുത്ത ഗിഫ്റ്റ് അപ്പൊ പൊട്ടിക്കുകയാണ്. ഒരുപാട് വലിയ ഇതൊന്നും എക്സ്പെക്ട് ചെയ്യരുത്, കുട്ടി കുട്ടി സാധനങ്ങളായിരിക്കും. ഞാനൊന്നും എക്സ്പെക്ട് ചെയ്തില്ല. ഇതിലെന്തോന്ന് എനിക്കൊരു ചെറിയ ഇതുണ്ട്. ഇത് കുങ്കുമാതി ലേപം കോട്ടക്കലിന്റെ എനിക്ക് ഇച്ചിരി സൗന്ദര്യം കൂട്ടാനായിരിക്കും. ഇതെന്താണെന്ന് ഗസ്? ഇത് ബാഡ്മിന്റനോട് റിലേറ്റ് ചെയ്തല്ലേ? ബാഗാണ്, കിറ്റാണ് ബാഡ്മിന്റൺ അല്ലേ? കഴിഞ്ഞ ദിവസം ഇവിടെ കഴിഞ്ഞ ദിവസം ബാറ്റിന്റെ കിറ്റ് ഇച്ചിരി കേടാ, അത് നമുക്ക് ഒരെണ്ണം പുതിയ മേടിച്ചാലോ എന്നൊക്കെ പറഞ്ഞു. അതാണ് എനിക്ക് അറിഞ്ഞാട്ടാ, എന്റെ ഗസ്റ്റാട്ടാ. ഇതെന്താ ബൊക്കെയാണ്, ഇതിന് വെയിറ്റ് ഇല്ല കേട്ടാ. ഞാൻ പ്രതീക്ഷിച്ചതാട്ടോ. കഴിഞ്ഞ ദിവസം പൂച്ചട്ടാണ്. പൂച്ചട്ടാണെന്നാണോ ഫൈനൽ ഗസ്? എന്താണ്? അല്ല വേണ്ട, സസ്പെൻസ് വേണ്ട. ബാഡ്മിന്റൺ റിലേറ്റ് ചെയ്തല്ലേ? ഒന്നും പറയത്തില്ല. ഇത് ആക്ച്വലി ഞാനൊരു മിസ്റ്ററി ബോക്സ് പോലെ എന്റെ കുട്ടിയുടെ ഏജ് വെച്ചിട്ട് അത്രയും ഗിഫ്റ്റ് സെറ്റ് ചെയ്യണം എന്നാണ് വിചാരിച്ചത്. പിന്നെ ഞാൻ 50 ഗിഫ്റ്റ് ഒക്കെ മേടിക്കാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വേഗം തുറക്കെന്റെ ക്ഷമ നശിക്കുന്നു. കുഴപ്പമില്ല. ഹെൽപ്പ് ചെയ്ത് തുറക്കേണ്ടി വരുമോ? ഇത് വെറും കാര്യം പൊട്ടിയാന്നാ എനിക്ക് തോന്നുന്നത്. ഇത് പണിയെന്നാ തോന്നുന്നു, വെറുതെ കുറെ മേടിച്ചു കേട്ടോ. ഞാൻ ഒരുപാട് നാളായിട്ട് ആഗ്രഹിച്ചിരുന്ന ബാറ്റാണ്. ഇത് എവിടെ നിന്ന് മേടിച്ച്? ഭയങ്കര ഞാൻ ഒരുപാട് ആഗ്രഹിച്ചിരുന്ന ബാറ്റാണ്. ഓണക്സിന്റെ 100cc. ഇത് ഞാൻ മേടിക്കുമെന്ന് വിചാരിച്ചില്ല കേട്ടോ. കഴിഞ്ഞ ദിവസം നമ്പറൊക്കെ ഇട്ട് ഈ ബാറ്റ് എങ്ങനെ അറിയാം. ഉണ്ടാവട്ടെ. അടുത്തത് അത് തന്നെ, ഇവര് കുറെ എഫേർട്ട് ഉണ്ട്. ഇത് എത്ര സമയം കൊണ്ട് എങ്ങനെ സെറ്റ് ചെയ്തതെല്ലാം. പക്ഷെ ഇത് കറക്റ്റ് ഉണ്ടല്ലോ, എന്നെ ഇവർക്ക് ഒഴിവാക്കാൻ വേറൊന്നും വേണ്ടി വന്നില്ല. ഞാൻ തന്നെ ഒഴിവായി പോയി. അല്ല ഞാൻ അറിഞ്ഞോണ്ട് പോയല്ല. ഞാൻ ഇന്നലെ എത്ര തവണ പറഞ്ഞത് ഞാൻ ഓട്ടോയിൽ പോയിക്കോളാം, എനിക്ക് ഇതൊക്കെ ഇന്നലെ മേടിക്കായിരുന്നു. അപ്പൊ എന്നെ കൊണ്ടാക്കി അടങ്ങോളൂ. അത് ഞാൻ വെറുതെ എറണാകുളത്ത് ഇനിയിപ്പം ഒറ്റയ്ക്ക് പോകണ്ട, ഞാൻ ഇവിടെ ഉണ്ടല്ലോ. പിന്നെ മാത്രല്ല ഈ പറഞ്ഞ പോലെ വെറുതെ ഓട്ടോ കൂലിയും കളയണ്ടല്ലോ, ഒരുപാട് പൈസ മേടിക്കുന്നേ. പിന്നെ ഈ പറഞ്ഞ ചൂടുമാണ്. ഓട്ടോയിലാണെങ്കിലും നല്ല വേവല.
ഫ്ലിപ്കാർട്ടിന്റെ ഒരു കാലിപ്പെട്ടിയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. നോക്കട്ടെ, ആണ് കാലിയാണോ കാലി ഇല്ലാത്ത പെട്ടിയാണോ നോക്കട്ടെ. പൊട്ടിക്കാൻ ഒരു സാധനം കൂടെ തന്നിരുന്നേ കൊള്ളായിരുന്നു കേട്ടോ. എന്തായാലും ഞാൻ ലീവ് എടുത്ത് ഇവിടെ നിന്നാ നന്നായോ. എന്റെ ഇതൊന്നും കിട്ടത്തില്ലായിരുന്നു. ഇതെന്തുകൂടെ എന്റെ ഇത് പറഞ്ഞ മേടിക്കണമെന്ന് വിചാരിച്ചിരിക്കുന്നു. അടിച്ചരച്ചൊന്ന് കുളിക്കണേന്നാ. പക്ഷെ ഇത് മേടിക്കണമെന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു കേട്ടോ. കാരണം എനിക്ക് കോഴിക്കോട് യൂസ് ചെയ്യാൻ ലൂഫ ഇല്ല. അങ്ങനെ ലൂഫ കിട്ടിയിരിക്കുകയാണ്. എന്നെ ഷുഗർ പിടിപ്പിച്ച ഒരു കൊല്ലുന്നാ തോന്നുന്നത്. അടുത്ത ഫെറേറ റോച്ചർ. ഇഷ്ടമാണ്. ഇതൊക്കെ കിട്ടിയാലേ ഞാൻ കഴിക്കോട്ടെ. ഇത് കഴിക്കാൻ വേണ്ടി ഇരിക്കാറില്ല. പക്ഷെ ഇതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഗിഫ്റ്റ് ഏതായിരിക്കും എന്ന് എനിക്ക് അറിയാതിരിക്കും. ആ ലാസ്റ്റ് എന്റെ ഗസ്റ്റാണ്. അങ്ങനെയല്ല, അത് ഭയങ്കര ഒരു പ്രഷ്യസ് ഗിഫ്റ്റ് ആണ്. ഭയങ്കര ആഗ്രഹിച്ചിരിക്കുന്ന ഒരു സാധനം കിട്ടിയ. പക്ഷെ ഞാൻ പറഞ്ഞില്ല, ഭയങ്കര ഇപ്പൊ സത്യം പറഞ്ഞാൽ അത്ര ആഗ്രഹിച്ചില്ല. വേറെ ഞാനത് ദുബായി പോകുമ്പോൾ ഞാൻ മേടിച്ചേനെ. പിന്നെ അവിടെ ഇതിനേക്കാളും വില കൂടുതലാണ്. പിന്നെ ബാറ്റ് ഷൂസ് ഒക്കെ ഇച്ചിരി വിലകളെ മേടിക്കും. ബാറ്റ് എന്താ അടിച്ച ഒടിഞ്ഞു പോകത്തില്ലേ, അതുകൊണ്ട് ഇത് ഞാൻ മേടിക്കണമെന്ന് വിചാരിച്ചു. ഇതൊക്കെ എപ്പോ ഓർത്തിരിക്കണത്. നല്ലൊരു പേന ഇന്നാൾ ആരാണ്ട് പറഞ്ഞു, നല്ലൊരു പേന. ഞാൻ എന്തിന് ഒപ്പിടാൻ നമുക്ക് ഏതെങ്കിലും ഒരു പേന പോലെ. അങ്ങനെ ഒരു പാർക്കർ പേന കിട്ടിയിരിക്കുന്നത്. കീച്ചേനുണ്ട്. പണ്ടാണ് ഈ പാർക്കർ പേന ഒരുപാടെണ്ണം പപ്പ ഇങ്ങനെ കൊണ്ടുവന്ന് ഇട്ടേക്കുമായിരുന്നു. ആ സമയത്തൊക്കെ ചുമ്മാ അതൊന്നും നമുക്ക് ഈ പാർക്കറിന്റെ മഹത്വം അറിയാത്ത സമയം. പിന്നെ അതേപോലെ ടീച്ചേഴ്സിനൊക്കെ കൊടുക്കാറുണ്ടായിരുന്നു. എന്നെ പഠിപ്പിച്ച ടീച്ചേഴ്സിനൊക്കെ കൊണ്ട് കൊടുത്തിട്ടുണ്ട് പാർക്കർ. പപ്പ കൊണ്ടുവരുന്ന പാർക്കർ. ഡയറി ഇത് ഞാൻ മേടിക്കണമെന്ന് വിചാരിച്ചിരുന്നു. ഞാൻ മേടിച്ചോളാം കുറെ ദിവസമായിട്ട് പറയണ്ടായിരുന്നു. ഇല്ല, ഞാൻ നോർമലി ഇപ്പം ആരും മേടിക്കുമല്ലോ. ഒരുമിച്ച് പോകണ മേടിക്കാതെ ഭയങ്കര അടിപൊളി ഡയറി ഒന്നുമല്ല. സത്യം പറയല്ലേ, കുറച്ചാലോട്ട് ഇപ്പൊ ഡയറി എഴുതുന്നില്ല. അല്ല സ്ഥിരം ഇതിനകത്ത് പേന വെക്കാൻ പറ്റുമോ? ഇതിന് എത്ര രൂപ? കനപ്പെട്ട എന്തോ ഒന്നല്ല. വെയിറ്റ് ഒരു സ്റ്റാൻഡേർഡ് പാക്കിംഗ് ആണ്. എന്തോ ഒരു സ്റ്റാൻഡേർഡ് ഐറ്റം ആണെന്ന് തോന്നുന്നുണ്ട്. എനിക്ക് അറിയണം. ആക്ച്വലി നല്ലതായിട്ട് പാക്ക് ചെയ്തേക്കുന്നു. നല്ല ബോക്സ് കാണുന്നുണ്ട്. അതിനകത്ത് വേറെ കിടിലൻ ബോക്സ്. ഇങ്ങനെ ഈ പെട്ടി ഇങ്ങനെ തുറക്കാം. ഇങ്ങനെ ഇതാര് ഇവിടെ ഇത് ഉഗ്രം കേട്ടാ. ഇത് ഭയങ്കര സർപ്രൈസിങ്. ലൈറ്റ് എത്തുന്നില്ല. ചതിച്ചാരം ഉണ്ടാക്കി തന്നു. ലൈറ്റ് മിന്നി നിന്നിട്ട് പോയി. കിട്ടിയ ആടാ ഈ ഫോട്ടോസ് ഒക്കെ കയ്യിലുണ്ടായിരുന്നു. എന്റെ പൊന്നെ ഉഗ്രം കേട്ടാ. അടിപൊളി. ഇത് സൂപ്പർ ഗിഫ്റ്റ്. സൂപ്പർ നല്ല രസമുണ്ട്. താഴെ ഒട്ടിച്ചേക്കാണ്. നിന്ന് കാണാൻ പറ്റുമോ? കൊറേ ഫോട്ടോസ്. നമ്മുടെ കാശ്മീര്, ദുബായ്. ഇതൊരു ഇൻസ്റ്റാഗ്രാം സ്റ്റോറിൽ കൊടുത്ത് ചെയ്യിപ്പിച്ചാണ്. എനിക്ക് ഇങ്ങനെയാണെന്നല്ല, ഞാൻ കൊറേ എടുത്ത് കൊടുത്തോണ്ട് എനിക്ക് അത്ര നല്ല നന്നായിട്ടുണ്ട് കേട്ടോ. അടിപൊളി. ഞാൻ വിശ്വസിച്ച് ചെയ്തേന്ന്. എനിക്ക് ഓരോരുത്തർ ഒരു ഐഡിയ ഇല്ല. എന്തോ മറ്റേ സെയിം പാക്കിംഗ് ആണ്. ഇത് കൊള്ളാട്ടാ. ഗ്ലിറ്റർ. പനിയാ ഭാവത്തിന്. വയ്യാതായി. തുറക്കട്ടെ. Let's open this. Yes, എനിക്കാണെങ്കിൽ ഭയങ്കര ക്ഷീണമായിരുന്നു. അതാ വയ്യാതായിരുന്നേ. നാളെ ഇനി പോണം. നാളെ എന്തെങ്ങനെയാ? എന്തോ ഒരു മാജിക് മിറർ എന്നാ പറയാ. നോക്കട്ടെ എന്താ സംഭവം. എനിക്ക് കോഴിക്കോട് പോയി സമയം നോക്കാനും കണ്ണാടി നോക്കാൻ വേണ്ടി. ഞാൻ സമയം നഷ്ടപ്പെടുത്തുന്നു തോന്നിക്കണോ? Of course. രണ്ടുകൂടെ ഒരുമിച്ചാ കാണാൻ പറ്റുമോ? അങ്ങനെ നല്ലൊരു ഗിഫ്റ്റുകളുടെ ബഹളമായിരുന്നു. കൊറേ ഗിഫ്റ്റ് കിട്ടിയിരിക്കുകയാണ്. കഴിഞ്ഞില്ലേ? ഇതെല്ലാം കൂടെ പേസ്റ്റ് ചെയ്യുന്ന വാരിക്കളാൻ സമയം എടുക്കുമല്ലോ. കഴിഞ്ഞ് ഇത് കമ്പിത്തിരി മത്താ പോകണം. ഇനി ഫാസ്റ്റായിട്ട് പഠിക്കാല്ലേ. നിങ്ങൾക്ക് ബോറടിക്കും. ഗിഫ്റ്റ് എനിക്കാണല്ലോ കിട്ടുന്നത്. അപ്പൊ നിങ്ങൾക്ക് എനിക്കല്ലേ തന്നിട്ടുണ്ടാവുള്ളൂ. കഴിഞ്ഞ ദിവസം ഞാനിത് വേണമെന്ന് പറഞ്ഞിട്ട് ഇവിടുന്ന് തന്നെ എടുത്ത് ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞു എനിക്ക് ഫേസ് വാഷ് വേണ്ട. ഫേസ് വാഷ് ഒക്കെ ഞാൻ പൈസ കൊടുത്ത് മേടിക്കുക.
അതിന്റെ പൈസ നോക്കുമ്പോ ഇവിടെ കഴിഞ്ഞ അടുക്കി പറയപ്പോ നിറയെ ഫേസ് വാഷ് ഒക്കെ ഇരിക്കുന്നത്. അപ്പോ മീൻസ് ഇത് വരുന്നതും അങ്ങനത്തെ കൊറിയർ ആയിട്ട് വരത്തില്ലേ ഡെലിവറി. അപ്പം എനിക്ക് തന്നില്ലെന്ന് പറഞ്ഞാൽ വഴക്കിട്ടതാ. ദേ ഇപ്പൊ എനിക്ക് തന്നിരിക്കുന്നു. ഫേസ് വാഷ് അല്ലേ അതിന് പ്ലം അല്ലേ? കാലിപ്പെട്ടി എന്നെ പറ്റിച്ചാണ്. കുഴപ്പമില്ല. ഇതിനിടയ്ക്ക് ഒരു പറ്റിപ്പം കിട്ടിയത് വലിയ ദുഃഖമില്ല. ബൂമർ ഇഷ്ടമാണ്. പക്ഷെ കഴിച്ചിട്ടൊക്കെ ഒരുപാട് നാളായി. ബൂമർ പണ്ട് സ്ഥിരം മേടിച്ച് കഴിക്കുക. അതിൻ്റെ കൂടെ കുറെ സ്റ്റിക്കേഴ്സ് ടാറ്റു ഒക്കെ കിട്ടുമായിരുന്നു. അത് മേടിച്ചിങ്ങനെ രാജ്യത്തിലേക്ക് ഇതൊക്കെ കൈ വെട്ടിച്ചിടുന്നില്ല. ഭയങ്കര ഇഷ്ടമായിരുന്നു. ബൂമർ ആയിരുന്നില്ലേ കുറെ സാധനങ്ങൾ അങ്ങനെ. ഇത് എന്തോ എന്താണ് ചെറിയ പാക്കറ്റാണ്. ലാസ്റ്റ് വൺ എന്താണെന്നറിയാൻ വയ്യ. ടാർഗറ്റ് ഫോർമുലേറ്റ് ഡോട്ട് ആൻഡ് കീഡേറ്റ്. എന്താ ഇതെന്താ ഇതെല്ലാം കൂടെ ഞാൻ ചിലപ്പോ അതിസുന്ദരനായി പോവും. അതുകൊണ്ട് ഇത് അത് തന്നെയല്ലേ തുറന്നു നോക്കണ്ടല്ലേ. അപ്പോ ഇതെപ്പോഴാ നല്ല നല്ല ഫ്രഷ് അല്ലേ? ഫ്രഷ് ഫ്ലവേഴ്സ് അല്ലേ? ഇത് പ്ലാസ്റ്റിക് അല്ലേ? ആ ഇത് പക്ഷെ ഇത് ഫ്രഷ് നല്ല രസമാണ്. അങ്ങനെ സമയത്രയായി. ഓ വാച്ചൊക്കെ നിന്ന് ചത്ത്. 12:30 1 2 കുറെ ഗിഫ്റ്റ് കിട്ടി. എന്തായാലും ഭയങ്കര ഈ വർഷവും അതേപോലെ ഒരു ഗിഫ്റ്റഡ് ഇയർ ആവട്ടെ എന്ന് ഞാൻ തന്നെ എനിക്ക് ആശംസിക്കുകയാണ്. ആവുമായിരിക്കും, അല്ല ആയാ മതി എന്ന് വിചാരിക്കുന്നു. സോ ഇന്നത്തെ വീഡിയോ ഇതാണ്. നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഞാൻ കുട്ടികളെ കൊണ്ടുവരാനുള്ള ഫുൾ നോട്ട്സ് വായിക്കട്ടെ. ബൈ. ഹാപ്പി ബർത്ത്ഡേ ടു മീ. ഓക്കെ, അപ്പോ ഇതൊക്കെയാണ് എന്റെ ബർത്ത്ഡേ വിശേഷങ്ങൾ. ഇനി കുറച്ച് കേക്കൊക്കെ കഴിക്കട്ടെ. നല്ല കേക്കായിരുന്നു. പിന്നെ ബാറ്റ് വെച്ചിട്ടുണ്ട്, വീശൊക്കെ വീശി നോക്കട്ടെ. അപ്പൊ ശരി എന്നാ, ബൈ, ഗുഡ് നൈറ്റ്.